നമസ്കാരം. സംസ്ഥാന രാഷ്ട്രീയം വീണ്ടും സമര ചൂടിലേക്ക് കടക്കുകയാണ്. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കണമെന്ന ആവശ്യവുമായി BJPയുടെ മഹിളാ മോർച്ച രംഗത്തിറങ്ങിയതോടെ വിഷയം കേരളത്തിലെ കോൺഗ്രസിന്റെ പുതിയ രാഷ്ട്രീയ പരീക്ഷയായി മാറുകയാണ്. ഡൽഹിയിലും കർണാടകയിലും സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര വലിയ രാഷ്ട്രീയ നേട്ടമായി മാറിയ പശ്ചാത്തലത്തിലാണ് കേരളത്തിലും അതേ മാതൃക ഉയർത്തിക്കാട്ടി കോൺഗ്രസ് അധികാരം പിടിക്കാൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ചത്. എന്നാൽ അത് ഉയർത്തിക്കാട്ടി BJP ഇപ്പോൾ സമ്മർദ്ദം ശക്തമാക്കുകയാണ്. എന്നാൽ ഈ ആവശ്യം പ്രായോഗികമാണോ അതോ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള നീക്കമാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വൈകുന്നു എന്നാരോപിച്ച് സംസ്ഥാന വ്യാപകമായി മഹിളാ മോർച്ചയുടെ പ്രതിഷേധം ശക്തമാകും. ഇതിന്റെ ഭാഗമായി കോഴിക്കോട്, കാസർഗോഡ് KSRTC ടെർമിനലുകളിൽ മഹിളാ മോർച്ച BJP പ്രവർത്തകർ ബസ്സിൽ കയറി പ്രതിഷേധിച്ചു. കാസർഗോഡ് ടെർമിനൽ ഉപരോധിച്ച നേതാക്കളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും പ്രവർത്തകർ സമരം തുടരുകയാണ്. ജില്ലാ നേതാക്കളെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തി. മെയ് മാസം 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്നായിരുന്നു UDF വാഗ്ദാനം. ഇന്ന് മെയ് 15 ആണെന്നും അതിനാൽ തീരുമാനം നടപ്പിലാക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. അതേസമയം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിൽ പുതിയ സർക്കാർ അധികാരത്തിലേറിയിട്ടില്ല എന്നിരിക്കെ മഹിളാ മോർച്ച സമരം നടത്തുന്നത്. പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തി മന്ത്രിസഭാ യോഗം ചേർന്ന് തീരുമാനമെടുത്താൽ മാത്രമേ KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ വാഗ്ദാനം നടപ്പിലാക്കാനാകൂ എന്നാണ് കോൺഗ്രസിന്റെ വാദം. സൗജന്യ യാത്ര എന്ന ആശയം കേൾക്കുമ്പോൾ പൊതുസമൂഹത്തിന് അത് ജനകീയ തീരുമാനമായി തോന്നും. കുടുംബ ചെലവ് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് ഗതാഗത രംഗത്ത് ഇളവ് ലഭിക്കുന്നത് വലിയ ആശ്വാസമാകുമെന്നും വാദമുണ്ട്. തൊഴിലാളി സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും സാധാരണ കുടുംബങ്ങൾക്കും ഇത് നേരിട്ടുള്ള സാമ്പത്തിക സഹായമാകും. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയ ശക്തി പദ്ധതി രാഷ്ട്രീയമായി വലിയ സ്വീകാര്യത നേടിയതും BJP ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ UDF അധികാരത്തിലെത്തിയ ശേഷമുള്ള ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരം തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലെ ജനകീയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് BJPയുടെ ശ്രമം. പക്ഷേ കേരളത്തിന്റെ സാമ്പത്തിക യാഥാർത്ഥ്യം അത്ര ലളിതമല്ല. KSRTC ഇപ്പോഴും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ശമ്പള വിതരണം പോലും സ്ഥിരതയില്ലാതിരുന്ന KSRTC ഇപ്പോഴാണ് അല്പമെങ്കിലും ജീവവായു ശ്വസിച്ചു തുടങ്ങിയത്. ഈ ഘട്ടങ്ങളിൽ പൂർണ്ണ സൗജന്യ യാത്ര നടപ്പിലാക്കുക എന്നത് വലിയ ധനബാധ്യത സൃഷ്ടിക്കുമെന്ന ആശങ്ക ശക്തമാണ്. കർണാടകയിൽ പോലും സൗജന്യ യാത്രാ പദ്ധതിക്ക് ശേഷം സർവീസുകളുടെ തിരക്ക് വർദ്ധിക്കുകയും വരുമാനക്കുറവ് ചർച്ചയാവുകയും ചെയ്തിരുന്നു. കേരളത്തിൽ ഇതിനകം തന്നെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന KSRTCക്ക് അധിക സബ്സിഡി നൽകേണ്ടി വരും. അതിന് സർക്കാർ തയ്യാറാകുമോ എന്നതാണ് നിർണായക ചോദ്യം. ഇവിടെയാണ് രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ കളി ആരംഭിക്കുന്നത്. പ്രതിപക്ഷമായിരിക്കുമ്പോൾ ജനകീയ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എളുപ്പമാണ്. എന്നാൽ ഭരണത്തിലേറിയ കോൺഗ്രസിന് ഇപ്പോൾ ഓരോ വാഗ്ദാനവും സാമ്പത്തിക കണക്കുകൂട്ടലുകൾക്കൊപ്പം വിലയിരുത്തേണ്ട സാഹചര്യമാണ് ഉള്ളത്. VD സതീശന്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ UDF സർക്കാർ ഇപ്പോൾ ആദ്യഘട്ട പരീക്ഷണങ്ങളെയാണ് നേരിടുന്നത്. ജനപ്രതീക്ഷകൾ ഉയർന്നിരിക്കുമ്പോഴും സാമ്പത്തിക നിയന്ത്രണങ്ങൾ സർക്കാരിനെ പിടിച്ചുകെട്ടുന്നു. ഈ സാഹചര്യത്തിൽ മഹിളാ മോർച്ചയുടെ സമരം വെറും യാത്ര ആവശ്യമല്ല, സർക്കാരിന്റെ ജനകീയ പ്രതിച്ഛായയെ ചോദ്യം ചെയ്യാനുള്ള രാഷ്ട്രീയ ആയുധം കൂടിയാണ്. കോൺഗ്രസിനുള്ളിലും ഇതൊരു വെല്ലുവിളിയായി മാറാൻ സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പിന് മുൻപ് നിരവധി ക്ഷേമ വാഗ്ദാനങ്ങൾ ഉയർത്തിക്കാട്ടിയ UDFനോട് ഇപ്പോൾ ജനങ്ങൾ പ്രായോഗിക നടപടികൾ ചോദിക്കുന്നു. ഒരു ഭാഗത്ത് ധനശാസ്ത്രം, മറുഭാഗത്ത് ജനകീയ രാഷ്ട്രീയം. ഈ രണ്ടറ്റങ്ങൾക്കിടയിലാണ് സതീശൻ സർക്കാരിന്റെ രാഷ്ട്രീയ യാത്ര. ചെറിയ വിഷയങ്ങൾ പോലും വൻ രാഷ്ട്രീയ പ്രതിസന്ധികളായി മാറാൻ സാധ്യതയുള്ള ഘട്ടമാണ്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കുന്ന വിഷയങ്ങളിൽ പ്രതിപക്ഷം ആക്രമണം ശക്തമാക്കുമ്പോൾ കോൺഗ്രസിന് പ്രതിരോധം കൂടുതൽ ബുദ്ധിമുട്ടാകും. അതേസമയം BJPയുടെ ലക്ഷ്യവും വ്യക്തമാണ്. കേരളത്തിൽ ശക്തമായ സാമൂഹിക വിഷയങ്ങളിലൂടെ ഇടം കണ്ടെത്തുക. ശബരിമല മുതൽ സ്ത്രീ സുരക്ഷയും ക്ഷേമവുമെല്ലാം BJP തുടർച്ചയായി രാഷ്ട്രീയ ചർച്ചകളാക്കി മാറ്റിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന ആവശ്യം ജനങ്ങളിൽ സ്വീകാര്യത നേടുന്ന തരത്തിലുള്ളതാണ്. അത് നടപ്പിലായില്ല എങ്കിൽ ജനവിരുദ്ധ സർക്കാർ എന്ന പ്രചരണം ശക്തമാക്കാനാകും. നടപ്പിലാക്കിയാൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്നും BJP കണക്കുകൂട്ടുന്നു. അതിനാൽ മഹിളാ മോർച്ചയുടെ സമരം ഒരു സാധാരണ പ്രതിഷേധമല്ല. അധികാരത്തിലെത്തിയ ശേഷം VD സതീശൻ നേരിടുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുടെ ആദ്യ വലിയ സൂചനകളിൽ ഒന്നാണ് ഇത്. പാർട്ടിക്കുള്ളിലെ പ്രതീക്ഷകളും പുറത്തുനിന്നുള്ള ആക്രമണങ്ങളും തമ്മിൽ തുലനം പാലിച്ച് മുന്നോട്ട് പോകേണ്ട കടുത്ത ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ സർക്കാർ കടന്നുപോകുന്നത്. ജനകീയതയും പ്രായോഗികതയും തമ്മിലുള്ള ഈ പോരാട്ടം കേരള രാഷ്ട്രീയത്തിൽ ഇനിയും കൂടുതൽ ചൂടേകുമെന്നത് വ്യക്തമാണ്.